രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരുത്തണമെന്ന കാര്യവും കത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വി.ഡി. സതീശൻ ആ പ്രതികരണത്തിൽ പറഞ്ഞത് ഇത് ശരിക്കും ഭരണപക്ഷത്തിനേറ്റ അടിയെന്നാണ്. ഈ വിഷയത്തിൽ നാളെ എന്തായിരിക്കും അവിടെ പ്രതിപക്ഷം നടത്തുക എന്നതാണ് വി.ഡി. സതീശൻ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDFോ കോൺഗ്രസോ അല്ല പ്രതിരോധത്തിലുള്ളത്. കാരണം കൃത്യമായ നടപടി രാഹുലിന്റെ കാര്യത്തിൽ എടുത്തു. രാഹുൽ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല, പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്ന് അടിവരയിട്ട് പറയുന്നു. പക്ഷേ മറ്റു നടപടികൾ, അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടെങ്കിൽ ആ നടപടി എടുക്കേണ്ട പാർട്ടിയാണ്. അക്കാര്യം പ്രഖ്യാപിക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്നും വി.ഡി. സതീശൻ പറയുന്നു. ഒപ്പം ഭരണപക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഉയർന്നപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ആ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ബഹളമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക, കൃത്യമായി ഭരണപക്ഷത്തെ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ ചൂണ്ടിക്കൊണ്ടായിരിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ വാഗ്വാദത്തിലേക്ക് സഭ പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. രാഹുലിന്റെ കാര്യം ഉന്നയിച്ചാൽ എതിർപക്ഷത്തിരിക്കുന്നവരുടെ കാര്യങ്ങൾ അവരുടെ പേരിലുള്ള FIR ഞങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന് ആര് മറുപടി പറയും എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയാകും ഉണ്ടാവുക. നിരവധി വിഷയങ്ങളിൽ സർക്കാരിനെ കടന്നാക്രമിക്കും എന്ന പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. അടിയന്തര പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഏതായാലും നിയമസഭാ സമ്മേളനം സുഗമമായി ഇരിക്കില്ല എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. ഒപ്പം പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കടുത്ത വിമർശനം പ്രതിപക്ഷ നേതാവ് വീണ്ടും ഉയർത്തുകയും ചെയ്തു. പോലീസ് അതുപോലെ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേട് പല രംഗങ്ങളിലും പകർച്ചവ്യാധികളടക്കം പടരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിൽ ബോധവൽക്കരണം നടത്താനോ പോലും ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണവും കൂടി അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരിക്കും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നടത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാകും പ്രതിപക്ഷത്തിൻ്റെത് എന്ന് വി.ഡി. സതീശൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ബില്ലുകളിൽ ജനോപകാരപ്രദമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ് നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനിൽ, ഇത് സണ്ണി ജോസഫിന്റെ പ്രതികരണത്തെയാണ് ഇപ്പോൾ വി.ഡി. സതീശനും അതിനു മുൻപ് മറ്റാളുകളും ഒക്കെ എതിർത്തിരുന്നത്. അതായത് അതിനെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയില്ല നേതൃത്വമായി KPCCയുടെ അധ്യക്ഷനെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വ്യവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന സൂചന കൂടി അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇന്നും രണ്ട് കാര്യങ്ങളിൽ അതായത് വയനാട് മുൻ DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ധാരണയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് നേരെ വിപരീതമായ അല്ലെങ്കിൽ അത്തരം വാക്കുകളെ തള്ളുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണമുണ്ടായിരുന്നത്. അതായത് കുടുംബവുമായി ഉണ്ടായിരുന്നു, ആ ധാരണ പാർട്ടി വെച്ചതാണ് എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നു. തനിക്കടക്കം ഉള്ള ആളുകൾക്ക് അത്തരം ഒരു ധാരണ ചർച്ച ചെയ്തപ്പോൾ തന്നെ അതിനോട് എതിർപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. അഭിപ്രായം ഇപ്പോഴും ഉണ്ട്, പക്ഷേ അഭിപ്രായം ഇപ്പോൾ തുറന്നു പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ധാരണ ആ കുടുംബവുമായി ഉണ്ടാക്കിയത് പാർട്ടിയാണ് എന്ന് എന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന KPCC പ്രസിഡന്റിന്റെ അഭിപ്രായത്തിന് നേരെ വിപരീതമായ ഒരു അർത്ഥം ആ കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്ററി പാർട്ടി നേതാവെന്ന നിലയിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ഒപ്പം തന്നെ അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ ചെയ്യാനുള്ളത് KPCC പ്രസിഡന്റിനാണെന്ന് കൃത്യമായി പല ദിവസങ്ങളിലായി പല ആവർത്തി വി.ഡി. സതീശൻ ആവർത്തിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ അദ്ദേഹം ഇന്നും അതേ രീതിയിൽ തന്നെ, അതായത് ഇനിയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർട്ടിയോ മുന്നണിയോ പ്രതിക്കൂട്ടിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടിയെടുക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അഖില, അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.